ഇതാണ് പുറത്തെ വ്യൂ. ഇവിടെയാണ് ഞങ്ങൾ റൂം എടുത്ത്. ഇതാണ് റിസപ്ഷൻ. റൂമിൻ്റെ പേര് ഇക്കോനെസ്റ്റ് അപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ തണുപ്പുള്ളത് 23 ഡിഗ്രി സെൽഷ്യസ്. 23 ഡിഗ്രി, നല്ല വെതർ കേട്ടോ. ഒരു ഈവനിങ് വാക്കിനൊക്കെ പറ്റിയൊരു കാലാവസ്ഥയാണ്. ഞങ്ങൾക്ക് നെക്സ്റ്റ് കുറച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം. പിന്നെ ട്രെയിൻ സ്ട്രീറ്റ് പോകണം, ട്രെയിനിൻ്റെ ടൈമിങ് നോക്കണം. പിന്നെ ബീർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു, അവിടെ ഒന്ന് പോയി നോക്കണം. ശരിക്കും ഞങ്ങൾക്കൊന്ന് ഈവനിങ് മാത്രമേ കിട്ടിയുള്ളൂ. ഞങ്ങൾ ഉച്ചയ്ക്ക് വന്ന് ഉറങ്ങിപ്പോയി. കാരണം ഇന്ന് മോർണിംഗ് ഏർലി എണീച്ചിട്ടുണ്ടല്ലോ, രാവിലെ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്കുള്ള. കുറച്ച് ലേറ്റായി പോയി. ഇനിയിപ്പോൾ നാളെ രാവിലെ പോകും വേണം. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഒരു ഹോച്ചിമിൽ 3 days, ദാനാങ്ങിൽ 3 days, ഹാനോയിൽ 3 days നോക്കുക. പിന്നെ എക്സ്ട്രാ ഒരു 2 ദിവസം നമ്മൾ ഹാലോങ് ബേ, ഫുക്കോ ഐലൻഡ് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 11. പിന്നെ ഒരു ദിവസം എക്സ്ട്രാ ട്രാവൽ ടൈം കണക്കാക്കിയിട്ട് ഇതിനും വിടുക. ടോട്ടൽ ഒരു 12-13 ദിവസം ഉണ്ടെങ്കിൽ കാണാം. അല്ലെങ്കിൽ റഷ് ചെയ്ത് ഓടി നടക്കേണ്ടി വരും എല്ലായിടത്തേക്കും. അപ്പം അങ്ങനെ ചെയ്യാം. ഓക്കെ, ഞങ്ങളെന്തായാലും ട്രെയിൻ സ്ട്രീറ്റിലേക്ക് പോയി നോക്കട്ടെ. ഹലോ, ഞങ്ങൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്തു കേട്ടോ. ആക്ച്വലി ഇവിടുന്ന് ചെയ്താൽ മതി, നല്ല ബെസ്റ്റ് റേറ്റ് കിട്ടും. ഞങ്ങൾ അത്യാവശ്യം നല്ല എമൗണ്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു എക്സ്ചേഞ്ച് എടുത്തത് 50 രൂപ മാത്രം. ഞങ്ങൾ ഡോളർ കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾ 52 രൂപയാണ് ഒരു എടുത്ത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ബാർഗൻ ചെയ്ത് നോക്കി. നമ്മളെ നാട്ടിൽ 54 രൂപ മാത്രമാണ് ഒരു പ്രോഫിറ്റ് എടുത്ത്. ഞങ്ങൾ കുറേ ബാർഗൻ ചെയ്തു. 15 ഒരു 15,000 ഡോങ് മാത്രമേ അവർ ലാഭം എടുത്തുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല ചെയ്യുന്നത് എന്താ വെച്ചാൽ, അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഡോളർ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് ഡോളർ കൺവേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പറ്റിപ്പാണ്. ഇന്ത്യൻ മണി നമ്മളെ എയർപോർട്ടിൽ നിന്ന് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര നഷ്ടമാണ്. അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് നാട്ടിൽ തന്നെ, അങ്ങനെ കൺവേർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നല്ല ബാർഗൻ ചെയ്യുക. എയർപോർട്ടിലാണെങ്കിൽ നല്ല ബാർഗൻ ചെയ്യുക, എന്നിട്ട് കൺവേർട്ട് ചെയ്യുക. ഒരു 4-5 സ്ഥലങ്ങളിൽ അന്വേഷിക്കുക എയർപോർട്ടിൽ തന്നെ. കാരണം എല്ലാവരും ഡിഫറെൻറ്റ് റേറ്റാണ് തരുന്നത്. നമ്മളിൽ നല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ അവരും ബെറ്റർ റേറ്റ് തരും. ഇല്ലെങ്കിൽ പറ്റൂല, അങ്ങോട്ട് തിരിച്ച് പോന്നാൽ മതി. ഇപ്പോൾ ഒരു പറയും എന്നാൽ വേറെ റേറ്റ് തരാമെന്ന്. നമ്മൾ ബാർഗൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഞാൻ ആദ്യം വിചാരിച്ച് ഈ എക്സ്ചേഞ്ച് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു വിചാരിച്ചു. പക്ഷേ ഇത് കറക്റ്റ് നമുക്ക് ബാർഗൻ ചെയ്യാൻ പറ്റും. പിന്നെ ഹാനോയിൽ മണി എക്സ്ചേഞ്ചിനെ പറ്റി വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാ മുക്കിലും മൂലയിലും മണി എക്സ്ചേഞ്ചാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്തുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ലോസ് തോന്നുകയാണെങ്കിൽ നേരെ ഒരു മടി വിചാരിക്കേണ്ട, അടുത്ത ഏരിയയിലേക്ക് പോവാം, ചോദിക്കുക. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ പാസ്പോർട്ടൊന്നും ചോദിക്കുന്നില്ല. നമ്മളിൽ എത്രയാണുള്ളത് അത് ആദ്യം പറഞ്ഞു കൊടുക്കരുത്. ബെസ്റ്റ് പ്രൈസ് ചോദിക്കുക, കുറച്ച് എമൗണ്ടിൽ 50 അങ്ങനെ എന്ത് ചോദിക്കുക. എന്നിട്ട് പറയാം ഞങ്ങളിൽ എത്ര ഉണ്ട്, ഇതിനെത്ര തരുന്നു ചോദിക്കുക. അപ്പോൾ ഒരു എമൗണ്ട് പറയും. പിന്നെ നമ്മളെ എമൗണ്ട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ കുറച്ച് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്തിട്ട് വരിക. ഓക്കെ, സംഭവം സിമ്പിളാണ്. ഇനി ഞങ്ങൾ നേരെ ട്രെയിൻ സ്ട്രീറ്റിലേക്ക് ട്രെയിൻ പോകുന്നത് കാണാൻ വേണ്ടി പോട്ടെ. ഓക്കെ, വിയറ്റ്നാമിലെ ഏറ്റവും നല്ല ടൈം നൈറ്റ് ടൈമാണ് എനിക്ക് തോന്നുന്നല്ലേ. ഇറങ്ങി നടക്കുമ്പോൾ ഭയങ്കര വൈബാണ്. ഇന്നിപ്പോൾ സൺഡേ ആണ്, പക്ഷേ എല്ലാ കടകളും വൈകുന്നേരം ആയപ്പോൾ ആക്റ്റീവായി. ക്ലോസ് ചെയ്ത കടകൾ വരെ വൈകുന്നേരം ഓപ്പൺ ചെയ്തു. പിന്നെ കംപ്ലീറ്റ് ഫോറിനേഴ്സൊക്കെ പുറത്തേക്ക് വരും. ഇനി ഒന്ന് ഫോറിനേഴ്സൊക്കെ ഉച്ചവരെ കിടന്നുറങ്ങിയിട്ട് ഈവനിങ് ആണെന്ന് തോന്നുന്നു ഇവരൊക്കെ ആക്റ്റീവ് ആവാം. ഇതൊക്കെ ഇങ്ങോട്ടേക്കൊക്കെ റൂം അടിക്കുന്നല്ലേ, പക്ഷെ നല്ല റേറ്റാ. ഹോട്ടൽ നോക്ക്, ഫുള്ള് ഭയങ്കര ലക്ഷറി ടൈപ്പ് ഹോട്ടലാണ്. അതല്ലേ വരുമ്പോ അവിടെ കയറി വേണോ? വരുമ്പോ കയറി വേണോ? വൈറ്റിന്റെ കളിയാണല്ലോ. നല്ല വാങ്ങിണ്ട്. 159K. അത് ബാർഗൻ ചെയ്താൽ കിട്ടടി. 2.5 എടുത്തു കഴിഞ്ഞാൽ
1.5 ലക്ഷം എന്ന് പറയുന്ന വലിയ എമൗണ്ട് ഒന്നുമല്ല. ഹലോ എന്താണ്? ഞങ്ങള് പുറത്താ, 2 ബീറടിക്കാൻ വന്നാ. നാട്ടിൽ നിന്നുള്ള വീഡിയോ കോളാ. മുകളിലോട്ട് എവിടെയാ ട്രെയിൻ പോകുന്നു? കഴുത്തിലുള്ള ഞങ്ങള് ഹനോയ് ഓൾഡ് ക്വാർട്ടറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്താ ഇതൊരു പോർക്കിന്റെ എന്താ പോർക്ക്, നമ്മള് മറ്റേ ചിക്കൻ ഇതാക്കൂലേ, ചിക്കൻ അതിനെന്തിനോട്ട് ചിക്കൻ്റെ ഇതേപോലത്തെ ഇതിനെന്താ പറയാ, റോസ്റ്റ് അല്ലേ, ചിക്കൻ റോസ്റ്റ് ചെയ്ത പോലെ സെയിം സാധനം. ഞങ്ങൾ പോർക്ക് പറഞ്ഞു, ഇത് പോർക്കാണ്. പിന്നെ ഒരു 2 ടൈഗർ ബീർ. ചില്ലിങ് വിത്ത് ആഷ്ലി, ഹാഷ്ടാഗ് അല്ലേ ആഷ്ലി മീ. ഓ ഓ ഇതൊരു ആക്ടിങ്, ക്യാമറയിലുണ്ട് ആക്ട് ചെയ്യുന്നത്, അല്ലേ മറ്റേ ഒറ്റ സിപ്പാ തീർത്താൽ. അതാണ് ആഷ്ലി. കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ റോഡ് സൈഡിലെ ചെറിയ ഈ സ്റ്റൂൾസ് ഉള്ള സ്ഥലത്ത് നിന്ന് കഴിക്കണം. ഇവിടെ കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവായിരിക്കും. ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ ഇവിടെ വന്നിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. എന്തോ അവിടെയാണ് കിച്ചൺ വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഫുഡ് അത്യാവശ്യം ടേസ്റ്റി ആയിരിക്കും. ഞാനൊരു ഫോ ആണ് ഓർഡർ ചെയ്തത്. ഫോ അതെങ്ങനെ കഴിക്കാമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്, നോക്കട്ടെ. ഇതാണ് നമ്മളെ ഫുഡ്. എൻ്റെ ഫോ വന്ന് ആഷിൻ്റെ പോർക്ക് ഫ്രൈ വന്നു. 2 കൂടി ഫ്രൈ ചെയ്ത് നോക്കാം. 16 anh nào biết chịu đâu đâu nào tay em nhưng mà hoàn rồi. ഫോ ഭയങ്കര ചൂടാണ്, ഞാൻ ഫ്രൈ ചെയ്തില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഫോ ട്രൈ ചെയ്ത് തോന്നുന്നു. 11 bài nào đấy? Sao ai order thì cái đồ đó nhé. Này tôi cho order thì luôn đi được đâu. Sao thường đấy? Quay một ghế bên. ഈ ഫോന്റെ സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വെള്ളം ഞാൻ ഡീപ്പ് ഫോയാ പറഞ്ഞത്, ഡീപ്പ് ഇട്ട് വെള്ളം നല്ല ടേസ്റ്റ്. Đây về điện thoại em đâu? Lấy bao là? Anh đi. Ngồi ở đâu cũng đấy, lịch bay ra ngoài được mà, ngồi ra ngoài được. Dạ cho mình đi. Cái nào nước sốt của chiếc cửa sổ. Anh xin ra Hà Nội ở Pis. Bún chả đấy. Thế bà sao ăn? Đây đây. പക്ഷെ കുഴപ്പമില്ല, ഫുഡ് നല്ല ഫുഡ് കേട്ടോ. ഫോ എന്തായാലും ട്രൈ ചെയ്യണം. എനിക്കിപ്പോൾ ഇത്രയും കഴിച്ച ഇതിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഇവിടുത്തെ ഒരു ഫുഡായിട്ട് ഫോയാ തോന്നി. പിന്നെ ബീർ കഴിക്കുകയാണെങ്കിൽ ബീർ ഇവിടെ എല്ലാ സ്ഥലത്തും പല റേറ്റാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും ജസ്റ്റ് ബീറിന് പ്രൈസ് നോക്കിയിട്ട് കയറിയാണ്.
ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, സീനൊന്നുമില്ല. ഇനിയിപ്പോ ഞങ്ങള് ബ്രിഡ്ജ് സ്ട്രീറ്റ് പോയിട്ട് നേരെ ട്രെയിൻ സ്ട്രീറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് കേട്ടോ ബീർ സ്ട്രീറ്റ്, പ്രോപ്പർ ബീർ സ്ട്രീറ്റ്. Cho không phải xây nên ra siêu phút khỏi nơi này của tôi có thể dấu đô đi. Béo phê biết chưa? Vì sai. ഇവിടെ കംപ്ലീറ്റ് റൈറ്റിലേക്ക് വെക്കും. ഇവിടെ കംപ്ലീറ്റ് മറ്റേ ഇതാട്ടോ കടകളാ, ബീറിന്റെ കട. ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട്. ഓക്കെ, അതായിരുന്നു ബീർ സ്ട്രീറ്റ്. ഞാൻ അധികം ഷൂട്ട് ചെയ്യാൻ ഞാൻ എന്താ വെച്ചാൽ അവിടെ ഫുള്ള് പബ്ബ് കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും കുറേ ഗേൾസൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവേണ്ട വെച്ചിട്ടാണ് ഞാൻ അവിടെ ബാക്കി ഷൂട്ട് ചെയ്യാൻ. എല്ലാവരും ഒരേ വൈബാണ്, കള്ളു പിടിച്ചിരിക്കുകയാണ്. വെറുതെ പോയി വല്ലു പിടിക്കേണ്ട വിചാരിച്ചു. ഞങ്ങളിനി ട്രെയിൻ സ്ട്രീറ്റിലേക്ക് പോവാണ്. മാപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ട്. ഞങ്ങൾ നേരെ ട്രെയിൻ സ്ട്രീറ്റിലേക്ക് നടക്കുകയാണ് ഓൺ ഫുട്ട്. ഇവിടെ ഇവിടെ ഈ സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ഭയങ്കര പരിപാടി കേട്ടോ. ബീർ സ്ട്രീറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമ്മളെ ഹോച്ചിമിൻ്റെ അത്ര ഇല്ല, എന്നാലും ആ ബീർ സ്ട്രീറ്റിൻ്റെ എൻഡിലേക്ക് എത്തുമ്പോൾ കംപ്ലീറ്റ് പബ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ ഗേൾസ് എല്ലാവരും ഉണ്ട്. ഡ്രിങ്ക്സ് ഒക്കെ സേവ് ചെയ്യുന്ന പെമ്പിള്ളേരാണ്, മറ്റേ 2 പീസിലെല്ലാവരും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം ഷൂട്ട് ചെയ്യാഞ്ഞത്. എന്തായാലും ഞങ്ങൾ ബീർ സ്ട്രീറ്റിലേക്ക് പോയി നോക്കാം. സോറി, ട്രെയിൻ സ്ട്രീറ്റ്. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ് പോയിട്ടോ. ട്രെയിൻ സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള ശോകം എന്ന് പറഞ്ഞാൽ ശോകം. നമ്മളെ മറ്റേ ഇന്ത്യൻ ടോയ്ലറ്റ് അല്ല, നമ്മളെ മറ്റേ എവിടെയാ ഏതോ മറ്റേ ഉള്ളിലുള്ള ടോയ്ലറ്റ് പോലെ ഉണ്ട്. ധാരാവിൻ്റെ ഉള്ളിലുള്ള ടോയ്ലറ്റ് പോലെ ഉണ്ട്. വൃത്തിയില്ല, ഫുള്ള് ഫ്ലഷ് ഒന്നും ചെയ്തില്ല ടോയ്ലറ്റ്. ഞാൻ വാഷ്റൂം പിന്നെ നിലത്തൊക്കെ ഉണ്ട് യൂറിൻ ഒഴുകി കിടക്കുന്നത്. കംപ്ലീറ്റ് വൃത്തികേട്. പിന്നെ വിയറ്റ്നാമിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പബ്ലിക് ടോയ്ലറ്റ്സ്, എയർപോർട്ട്സ് ഇവിടെ ഒന്നും വെള്ളം ഉണ്ടാവും കേട്ടോ വാഷ് ചെയ്യാൻ. നമ്മള് അപ്പോൾ വരുമ്പോൾ വെറ്റ് വൈപ്സ് വാങ്ങി വരും. അപ്പോൾ ബാത്റൂമിൽ പോയിട്ട് കഴുകാനാണെങ്കിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും വെറ്റ് വൈപ്സ് കയ്യിൽ വെക്കുക. ആകെ വെള്ളം കിട്ടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഹോട്ട് വാട്ടറും നോർമൽ വാട്ടറും ഉണ്ടാവും വാഷ് ചെയ്യാൻ. അതർ ദാൻ ദാറ്റ് ദർ ഇസ് നത്തിങ്. മറ്റേ ഡ്രൈ ടിഷ്യൂ ഉണ്ടാവും, അതാണ് നമുക്ക് വൈപ്പ് ചെയ്യാൻ പറ്റില്ല, തീരെ വൃത്തിയാവില്ല. അങ്ങനത്തെ സീനുണ്ട്. ഓക്കെ
റൈറ്റ് പോയേക്കല്ലേ. അപ്പോൾ ഞങ്ങൾ ഒഫീഷ്യലി ട്രെയിൻ സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. 2 സൈഡുണ്ട്, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഉണ്ട്. ട്രെയിനിൻ്റെ ടൈം അറിയില്ല. ജസ്റ്റ് എന്തായാലും ഇനിയിപ്പോൾ വേറെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം കറങ്ങാമെന്ന് വിചാരിക്കാം. ട്രെയിൻ വരുമ്പോൾ 2-3 ഫോട്ടോസ് ആൻഡ് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ഒരു വൈബും. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന വേറൊരു ഗൈഡൻസ് വേണ്ടിയിട്ടോ. എല്ലാവരും വന്നിട്ട് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ലെവലിൽ എന്തായാലും എത്തൂല ഈ വീഡിയോസൊന്നും. നമ്മളൊരിക്കലും ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് നമ്മളെ ട്രിപ്പ് പ്ലാൻ ക്യാൻസൽ ചെയ്തത്. എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ സംഭവം മനസ്സിലാവും. ഓക്കെ. പിന്നെ ഇവിടെ ബീറിൻ്റെ പൈസ കുറച്ച് കൂടുതലാണ്. ഇവിടുത്തെ ബീറിൻ്റെ പൈസ 50K. ടൂറിസ്റ്റ് സ്പോട്ടാണ്, ഹോട്ട്സ്പോട്ട്. ബീറിൻ്റെ പൈസ നന്നായിട്ട് കൂടിയിട്ടുണ്ട് ഇവിടെ. ഒരു ബീറിന് അവിടെ 8 ആണ്, ഇവിടെ 120, 160, 180. കാരണം ഇത് ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് ബീറിൻ്റെ പ്രൈസ് നല്ല കൂടുതലാണ്. ആക്ച്വലി ഇതാ പതുങ്ങി വരുന്നു. ഇവിടെ കുറച്ചും കൂടി വൈബ്രൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങൾ വരികയാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ട്രെയിൻ സ്ട്രീറ്റ് വന്നാൽ കുറച്ചും കൂടി വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ കാണാം. ഇവിടെ കുറച്ചുകൂടി ലൈറ്റ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഈ ഭാഗത്ത് വരുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. ഇത് ബീർ വേണോ? എത്രയാ? 1 170 ഒരു ബീർന്നോ? പിന്നെ ഡ്രിങ്ക് അടിച്ചാലോ? ജേഗർ മൈസ്റ്റർ 2 മണി കാച്ചാലോ? ഏത് അങ്ങോട്ട്? താങ്ക് യു. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് ബീർ അടിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കണ്ടിട്ട് വരാം. അത്യാവശ്യം ബീറിൻ്റെ പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ പ്രൈസാണ് ബീറിന് വരുന്നത്. പിന്നെ ഫുഡ് എനിക്ക് തോന്നുന്ന ഫുഡിൻ്റെയും സെയിം അവസ്ഥയായിരിക്കും. ബീർ എങ്ങനെയാണെങ്കിൽ ഫുഡ് അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ ഒരു സംഭവമുണ്ട്. ഇവിടെ ചില റെസ്റ്റോറൻറ്റിലില്ലേ ഇവർ വിളിക്കും ബീർ ഓൺലി 15-20 എന്നൊക്കെ പറഞ്ഞേ. പക്ഷെ നമ്മൾ ആ റേറ്റ് കേട്ടിട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫുഡിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായി. നമ്മൾ നേരത്തെ കയറിയ സ്ഥലത്ത് അങ്ങനെ ആയിരുന്നു. ബീർ ഓൺലി 30,000 കൊണ്ട് കയറിട്ടോ. ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡ് ഭയങ്കര റേറ്റ് ചെയ്യും. 2 ബീർ വാങ്ങി നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാതെ പോകില്ലല്ലോ. അതുകൊണ്ട് ട്രെയിൻ സ്ട്രീറ്റ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഞങ്ങൾ ടേൺ എത്തി തിരിച്ചു പോട്ടെ. പോവാ. നീ പറയാനുണ്ടോ 2 വാക്ക്? ഓരോ ഓടിച്ചു വിടും. പിന്നെ വേറെ ആണോ? പിന്നെ വേറെ എവിടുന്നെങ്കിലും ബീർ വാങ്ങിക്കൊണ്ടുവന്ന് അടിക്കാന്ന് പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലായിടത്തും ഈ ഫ്രണ്ടിലൊക്കെ ഉള്ളത് ഓരോ കടയാണ്. ഇതിൻ്റെ കടയുണ്ട് മുകളിൽ. മുകളിൽ സ്പേസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ
അപ്പോൾ വേറെ വാങ്ങി ഇവിടുന്ന് ഇവിടുന്ന് അടിക്കൽ നടക്കില്ല, കാരണം ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിയാലേ നമുക്ക് ഇവരെ ചെയറിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ കുറച്ച് കോമൺ സ്പേസ് ഉണ്ട്, കുറച്ചേ ഉള്ളൂ, ഒരു ബെഞ്ച് പോലെയൊക്കെ. അവിടെ പോയി ഇരുന്ന് അടിക്കേണ്ടി വരും. പക്ഷെ അവിടെ ഇരിക്കണോ? അറിയില്ല, ചോദിച്ചില്ല. ഞങ്ങള് 2 ബീർ ഓർഡർ ചെയ്ത് ട്രെയിൻ സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. ബീറിന് അക്രമമായിട്ടുള്ള റേറ്റാണ്. നമ്മളവിടെ 20,000 കിട്ടുന്ന സൈഗോൺ ബീറിന് ഇവിടെ 70. ഇവര് മുതലാക്കാട്ടോ. എന്താ വെച്ചാല് അല്ല, ഇവരെ പറഞ്ഞ കാര്യമില്ല, കാരണം ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ റേറ്റ് ഉണ്ടാവും എന്തായാലും. ഇവർക്ക് ഈ ഒരു എന്താ വരുമാനമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ടൂറിസ്റ്റ് വരുന്ന ഏരിയാണ്ട് എന്തായാലും ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും ഇവിടെ. ഫുൾ ടൈം മീൻസ് ഈവനിങ് ടു നൈറ്റ് എന്തായാലും ടൂറിസ്റ്റ് വന്നുകൊണ്ടിരിക്കും. മോർണിംഗ് ഒക്കെ പിന്നെ കുറവായിരിക്കും. അപ്പോൾ അതാണ് അവസ്ഥ. ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും കുറച്ചൊരു 1000 ബീറിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. ഒരുപാട് ട്രെയിൻ പോകുന്നത് കാണാൻ രസമാണ്. അങ്ങനെ ഞങ്ങൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. ആഷ്ലി ബീർ അടിക്കുന്നില്ല, ആഷ്ലിക്ക് വേണ്ടത്. ഇപ്പം ഇത് രണ്ടും ഞാൻ ഫിനിഷ് ചെയ്യണം.